then after that, then so ഒരു പിന്നെ ഒരു തർക്കമൊന്നും ഇല്ലാതെ കോൺട്രഡിക്ഷൻ ഇല്ലാതെ ആ ഒരു പോയിന്റിൽ വരുമ്പം ദാറ്റ് ഈസ് ദ കോർ ഓഫ് ദ ആബ്സല്യൂട്ട്. അപ്പോൾ അതൊരു എന്തോ ഫീൽഡ് എന്ന് പറയാം, ആ യൂണിറ്റീവ് ഫീൽഡ് എന്ന് പറയാം. അപ്പോൾ ഒരു നോഷൻ, ഫിക്സ്ഡ് സ്റ്റേറ്റസ് ടു ദിസ് നോഷൻ, അതും ഒരു നോഷൻ തന്നെയാണ്. ആ നോഷനകത്ത് existence, subsistence and value factors are inclusively comprised in it. അപ്പോൾ എക്സിസ്റ്റൻസ് എന്നൊക്കെ പറയുമ്പം നമ്മുടെ ആ നിലനിൽപ്പുള്ള ആ അസ്തിത്വത്തിന്റെ കാര്യവും പിന്നെ നിലനിൽപ്പും subsistence, value factor are inclusively comprised in it, and for its own reality the question itself should not arise when the perfect neutrality of its status is once admitted. ഡ്യുവാലിറ്റി ഇല്ല, അബ്സല്യൂട്ട്ലി. ഡ്യുവാലിറ്റി ഇല്ല. നിങ്ങൾക്ക് ഡ്യുവാലിറ്റി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റായ ധാരണയിലാണ്. ഡ്യുവാലിറ്റി, എന്നിട്ട് ഡ്യുവാലിറ്റിയും പാടില്ല, ഒട്ടും ഡ്യുവാലിറ്റി പാടില്ല. ആ ഡ്യുവാലിറ്റി പോയാലേ ഉള്ളൂ ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതും പാടില്ല, ഡ്യുവാലിറ്റി ഒട്ടും പാടില്ല. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇങ്ങനെ ഈ ഡ്യുവാലിറ്റി ഇല്ലാതെ വന്നാലും ഇതിന്റെ പെർഫെക്റ്റ് അതിന്റെ സ്റ്റേറ്റസിനെ കുറിച്ച് നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് ലേറ്റർ ഓൺ ഈസ് ഗിവൻ ലൈക്ക് ദിസ്. വി ഹാവ് ടു അഡ്മിറ്റ് ദിസ് by the very validity of the general ideas based on human understanding which can be presupposed by us. More on this argument will be done later on. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ultimate notion of the what you call that absolute-നെ നമ്മുടെ ഈ ജനറൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെയും ബേസ് ചെയ്തൊക്കെ ആണെങ്കിലും പ്രീസപ്പോസിഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അത് പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ പിന്നീട് മോർ ഓൺ ദിസ് ആർഗ്യുമെന്റ് പറഞ്ഞാൽ ഇനിയും ഡീൽ ചെയ്യാൻ പോകുമായിരിക്കും ഇതിനെക്കുറിച്ച്. എന്തായാലും ഇതാണ് മനസ്സിലാക്കിയിരിക്കുന്ന, ഇത്രയാണ് നമുക്ക്. അത് നമുക്ക് പറഞ്ഞു, അത് ഡ്യുവാലിറ്റി പാടില്ല ആ രീതിയിലേക്ക് പോയാൽ സ്റ്റഡി അബ്സല്യൂട്ട് എന്ന് പറഞ്ഞ സത്യം അതേ ഉള്ളൂ, ഡ്യുവാലിറ്റി ഇല്ലാത്ത കോൺഫ്ലിക്റ്റ് ഒന്നും ഇല്ല, പിന്നെ ദ്വന്ദ്ങ്ങളൊന്നും ഇല്ല, റിയൽ ആയിട്ടുള്ള സംഗതികളെ ഉള്ളൂ അവിടെ. ട്രൂത്ത് എന്ന് പറയുന്നത് നമ്മുടെ എക്സിസ്റ്റൻസിന്റെ ആ ഐഡന്റിറ്റി, നമ്മുടെ യഥാർത്ഥ ഐഡന്റിറ്റി ആ ലെവലിലുള്ളത്, എക്സിസ്റ്റൻസും സബ്സിസ്റ്റൻസും എല്ലാം നിലനിൽപ്പൊക്കെ ആ ഉള്ള റിയൽ ഐ ബേസ് ചെയ്ത് ആ കാര്യമാണ് ഈ ആബ്സല്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് അത്രയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അല്ലേ? A truth is not understandable, has no significance to man. നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത സത്യത്തെ കൊണ്ട് നിങ്ങൾക്ക് എന്താ ഗുണം? And conversely, what is merely significant to him, as it were from this side, will by that very reason not fully attain to any absolute status. അതായത് either way, അതെ, അവന് മനസ്സിലാക്കാത്ത ഒരു കാര്യമാണെങ്കിൽ ഇല്ലേ, അപ്പോ ആ ട്രൂത്ത് അവന് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ അതിന് എന്തൊരു സിഗ്നിഫിക്കൻസ് ആയിരിക്കും. അതുപോലെ മറുവശത്തു നിന്ന് അവന് സിഗ്നിഫിക്കൻസ് തോന്നുന്ന ഒരു കാര്യം അതും ഈ ആബ്സല്യൂട്ടിൽ ചെന്നെത്താൻ പറ്റില്ലായിരിക്കും, ആ ലെവലിൽ ചെന്നെത്താൻ പറ്റത്തില്ലായിരിക്കും. സത്യത്തിന്റെ ആ മറുവശത്തു നിന്ന് അവന് വന്നാലും അതപ്പം ഇറ്റ് വോണ്ട് റീച്ച് ദറ്റ് പ്ലാറ്റ്ഫോം ഓഫ് ദറ്റ് ആബ്സല്യൂട്ട്, ആ ലെവലിൽ എത്തൂല്ല. അല്ല, നിനക്ക് ഇപ്പൊ ഈ നിനക്ക് മനസ്സിലാകാൻ പറ്റാത്തത് സത്യമെന്ന് പറയാൻ കഴിയില്ല. അതേ കണക്ക് തന്നെ നിനക്ക് സത്യമെന്ന് തോന്നുന്നതും പറയുന്നതും അബ്സല്യൂട്ട് അല്ല. അപ്പം അതാണ് അപ്പം അതും ഈ ആ സെന്റൻസ് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്തൊരു എന്തൊക്കെ പറഞ്ഞാലും ഒരു മെറ്റാഫിസിക്കൽ തിങ് കണ്ടന്റ് ഉണ്ട് അതിൽ. മെറ്റാഫിസിക്കൽ തന്നെയാണ് ഇത്. അപ്പൊ അടുത്ത സെന്റൻസും അത് തന്നെ. ഹാഫ് ഓഫ് സച്ച് എ കൺവിക്ഷൻ അറ്റ്ലീസ്റ്റ് ഹാസ് ടു കം ഫ്രം ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഹ്യൂമൻ എക്സ്പീരിയൻസ്. But the other half has to depend on the descent from the above.
of general ideas in the overall situation in human inquiry into the totality of which every one of us is born. അപ്പൊ ആ ജനറൽ ഐഡിയാസും വേണം. അതും എ പ്രയോറിയുടെ ഒരു സാധനമല്ലേ? അപ്പം ഇത് രണ്ടുമാണ്, രണ്ട് ഹാഫും വേണം. അപ്പം ഈ സിഗ്നിഫിക്കന്റ് ആയി നിങ്ങൾക്ക് തോന്നുന്നത് അതല്ല സത്യം എന്ന് പറയുമ്പോൾ ആ ഹാഫ് എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് കോണ്ടെക്സ്റ്റിലും, എന്നാൽ ഇതിനെ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തതല്ല സത്യം എന്ന് പറയുന്നത് എ പ്രയോറി കോണ്ടെക്സ്റ്റിലും വെച്ചിട്ട് പറയുകയാണ്. അതുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ മുമ്പത്തെ സെന്റൻസ്. അപ്പം ഇത് രണ്ട് സത്യങ്ങളും രണ്ട് പോളിലുള്ളത് വരുന്നു. അത് തന്നെയാണ് പിന്നെയും പറയുന്നത്. ഈ നമ്മള് എൻഡോ ഓസ്മോസിസ്, ഡബിൾ പ്രോസസ് ആൻഡ് എക്സോ ഓസ്മോസിസ് ഓൾ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്, അത് എന്താണെന്നൊന്ന് എൻഡോ ഓസ്മോസിസും എക്സോ ഓസ്മോസിസും എന്താ ഉദ്ദേശിക്കുന്നത്? പൊതുവെ ഒരു എൻഡോസ്മോസിസ് ഒരു തിൻ മെമ്പറൈൻ ഓഫ് സെപ്പറേഷൻസ് ഓഫ് രണ്ട് ലൈനിങ് ഉണ്ടെങ്കിൽ അത് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഔട്ട്ഫ്ലോ ഇൻഫ്ലോ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട് അവിടെ, അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. എൻഡോസ്മോസിസ് ഉള്ളിലോട്ട് എന്തോ കയറുന്നു, എക്സോസ്മോസിസ് പുറത്തോട്ട് കയറുന്നു. അപ്പൊ മനുഷ്യന് ഗ്രഹിക്കുന്ന കാര്യങ്ങള് അവന്റെ ഉള്ളിലോട്ട് പോകുന്നത് എന്തായിരിക്കും? അവന് ഈ ഡേറ്റ ഒക്കെ കിട്ടിയിട്ട് അത് വെച്ച് ആനലൈസ് ചെയ്ത് ചിന്തിച്ച് മൈറ്റ് ബി ലൈക്ക് ദാറ്റ്. ഓർ അത് മറ്റേതാണെങ്കിൽ അത് കിട്ടിയത് വെച്ചിട്ട് ആ ലൈറ്റില് പിന്നെ പുറത്തുള്ള സംഭവത്തിനെ ഒരു പ്രത്യേക രീതിയിൽ കാണുന്നത്. നമ്മുടെ ഗുരുജിയൊക്കെ പറയില്ല, ആ ലെവലിൽ നിന്നുകൊണ്ട് പുറത്തെ ഉള്ള കാര്യങ്ങൾ കാണുകയാണ്. ഇനി അതായിരിക്കും എന്താണ് ഇൻവോൾവ് ഇൻ ദ ഓവറോൾ മെറ്റാഫിസിക്കൽ ആൻഡ് ഫിസിക്കൽ, രണ്ടും മെറ്റാഫിസിക്കലും ഫിസിക്കലും അതാ ഉദ്ദേശിക്കുന്നത്. ഇൻവോൾവ് ഇൻ ദ ഓവറോൾ പ്രോസസ് ഓഫ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്, അതായിരിക്കും. അല്ലാതെ വേറെ എന്താന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതാണോ അകത്തുള്ള ഒരു ഭാഷയും പുറത്തുള്ള ഒരു ഭാഷയും, അപ്പം ഡേറ്റ കളക്ഷനും ആവാം, അല്ല ഇതുവരെ പറഞ്ഞൊരു ലാംഗ്വേജുമായിട്ട് കണക്ട് ചെയ്യുന്നേ ഉള്ളൂ പറയുന്ന യൂസേജ്. മാൻ ഡസ് നോട്ട് എഡ്യൂക്കേറ്റ് ഹിംസെൽഫ് മിയർലി ബൈ എവറിഡേ എക്സ്പീരിയൻസ്, but is obliged consciously or unconsciously to accept general ideas which are sometimes more elusive because of their being axiomatic in character. അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. Bilateral nature of progress of human thought. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ വേറെ രീതി പറയുന്നുണ്ട്. അതെ. അപ്പം അതിന് മുമ്പേ പറഞ്ഞ പോലെ throughout this work we have to remember this bilateral nature of progress of human thought. രണ്ട് ധ്രുവത്തിൽ നിന്നും വരുന്ന ഈ രണ്ട് കാഴ്ചപ്പാടുകളെ കാണാൻ പറ്റും. It is said that primitive religion begins with a fear of natural forces affecting simple human life. This fear affecting ഇത് ഒരു എന്തിന്റെയാണ് നമ്മുടെ പിന്നെ ആബ്സല്യൂട്ടിനെ കുറിച്ചുള്ള ഒരു ധാരണ തരുന്ന ഒരു പോയിന്റ് ആണ് ഇവിടെയും കാണിക്കുന്നത്. നോഷൻ ഓഫ് this fear foisted on the so-called primitive man can easily grow into wonder rather than a fear when the man in the street is kept in mind. When we മൊത്തമായിട്ടൊന്ന് നോക്കിയിട്ട് നമുക്ക് when we think of still more civilized individuals, we might use the term natural curiosity for the same element of the desire to know. Yes. Yes. Man naturally seeks to dispel all doubts, some of which are more proper to immature persons. Rather than to would-be philosophers. Whatever the grade of curiosity involved, the satisfaction has to take place from both poles of knowledge situation we have referred to. Knowledge situation. This is both the descending and ascending dialectical process involved, and what we call certitude as a resultant of the meeting of experience and valid expectations, as well as probabilities and possibilities, all lending apodictic or
dialectical certitude to each other. Man's quest is satisfied only when such a meeting takes place. Neither the inductivo-hypothetical approach nor the unmethodic reliance on the a priori, which are general idea, which all general ideas reside on, can bring the final conviction of the absolute certitude. Absolute science must seek such an absolute certitude. Epistemologically, the absolute has only a nominalistic or schematic status. നമ്മുടെ റോസിന്റെ പോലെ എപ്പിസ്റ്റമോളജിക്കൽ the absolute has only nominal എന്ന് പറയുമ്പോൾ ആ പേരിന്റെ ബേസ് ചെയ്ത് സ്കീമാറ്റിക് സ്റ്റേറ്റസ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായിരിക്കും? അതായത് ഈ പ്രിമിറ്റീവ് മാനിനെ ആദ്യം പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ആ ഒരു ആദ്യത്തെ നോഷൻ എന്ന് പറയുന്നത് അവന്റെ മൈൻഡ് വളരെ അൺടെക്നിക്കലായിട്ട് ആ പറയുന്ന പ്രസന്റിൽ കാണുന്ന ഓരോ കാര്യങ്ങളെ അവൻ മാത്രം അവന് വേറെ സയന്റിഫിക്കോ അല്ലെങ്കിൽ ഇതിലും അവൻ പോകുന്നില്ല. സത്യം പറഞ്ഞാല് അവിടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവന്റെ ലാംഗ്വേജ് നേച്ചറിനെ അതേ കണക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടാണ്. അപ്പൊ അതിനെ കുറിച്ചൊന്നും അദ്ദേഹം ഇവിടെ പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒന്നും അത് അറിയാത്തത് കൊണ്ട് ആ പ്രിമിറ്റീവ് മാനിന് അന്താളിച്ചിങ്ങനെ നിൽക്കുന്നതാണ്. സ്വാഭാവികമായിട്ട് നാച്ചുറൽ ഫോഴ്സസിന്റെ ആ ശക്തി, നാച്ചുറൽ ഫോഴ്സസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാകാം? നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിന്റെ ചില പ്രകട അല്ലെങ്കിൽ ആപ്പിൾ താഴോട്ട് വീഴുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെയോ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിഷൻ ബോംബ്സ്, ഇതെല്ലാം എന്തൊക്കെയോ ഉണ്ടെങ്കിലും ഹോളോകോസ്റ്റ് വല്ലതും ഉണ്ടെങ്കിലും ഈ പ്രിമിറ്റീവ് മാൻ ഒരു ഭയം കാണുമായിരിക്കും. പക്ഷെ ആ പ്രിമിറ്റീവ് മാൻ അല്ലാതെ കുറച്ചുകൂടെ ഒരു മറ്റേ ലെവലില്, സബ്ജക്റ്റീവ് ലെവലില് ഉയർന്ന ഒരു മാൻ ഓൺ ദ സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ പ്രോഗ്രസ് ചെയ്തായിരിക്കും. സ്ട്രീറ്റുമുണ്ട്. So he's designed a street also. It's not in a forest or anything. So കുറച്ചുകൂടി മനുഷ്യന് കുറച്ചുകൂടി അഡ്വാൻസ് കഴിയുമ്പോഴത്തേക്ക് അവൻ അന്താളിച്ച് നോക്കുവാണ്. അവനൊരു വണ്ടറിലേക്ക് നോക്കുവാണ്. പിന്നെ അടുത്ത ലെവലിലേക്ക് when you think of more civilized individual, നാച്ചുറൽ ക്യൂരിയോസിറ്റി വരും. ഇപ്പൊ സയന്റിഫിക് തോട്ടിലേക്ക് വരുവാണ്. ഭയമല്ല, പക്ഷെ തിരിച്ചറിയാൻ അന്താളത്തിൽ നിന്ന് അത് അറിയാനുള്ളതിലേക്ക് പോവുകയാണ്. അപ്പം അപ്പൊ അതിൽ തന്നെ അദ്ദേഹം രണ്ട് കാറ്റഗറി പറഞ്ഞു. ഇമ്മച്വർ പേഴ്സൺസും ഉണ്ട്, എന്നാൽ ഈ ഫിലോസഫിക്കൽ ഇതിൽ വരുന്ന രണ്ടുപേരും ആ പ്ലെയിനിലുണ്ട്. അപ്പം പിന്നെ അദ്ദേഹം ഇത് പറയുമ്പോഴത്തേക്ക് പിന്നെ ഇദ്ദേഹം പറയുന്നത് ഈ ഒരു സമൂഹത്തിൽ വരുമ്പോഴത്തേക്ക് പിന്നെ ഇദ്ദേഹം ഈ പറയുന്ന ഈ സെർട്ടിറ്റ്യൂഡിനെ കുറിച്ചും പിന്നെ അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓൾറെഡി നമ്മൾ സംസാരിച്ചതിനെ കുറിച്ചും ഡയലക്റ്റിക്കൽ പ്രോസസ്സിനെ കുറിച്ചും ഈ രണ്ടിന്റെ പോസിബിലിറ്റീസും പ്രോബബിലിറ്റീസിനെയും കുറിച്ചും ഒക്കെ അദ്ദേഹം പറയുകയാണ്. പിന്നെ ഈ രണ്ട് ഇൻഡക്റ്റീവോ ആയിട്ടുള്ളതും എ പ്രയറിനെ കുറിച്ചും അദ്ദേഹം പറയുകയാണ്. പിന്നെ അപ്പം അത് എന്നിട്ട് പറഞ്ഞ് ഇപ്പൊ ഈ നോളജ് ബേസ്ഡ് വരുമ്പം അമ്മ നേരത്തെ പറഞ്ഞ കണക്ക് ഈ പറഞ്ഞ നോമിലിസ്റ്റിക്കും ഈ ഒരു നോമേറ്റീവ് അല്ലെങ്കിൽ ഈ ഒരു സ്കീമാറ്റിക് ശരിക്കും ഓൺലി നോമിലിസ്റ്റ് ആൻഡ് സ്കീമാറ്റിക്സ്. അപ്പൊ ഈ നോമിലിസ്റ്റിക് എന്ന് പറയുന്നത് റാദർ ദാൻ നോംസ് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ആ ഒരു ന്യൂട്രൽ സ്റ്റാറ്റസ് ആയിരിക്കണം. അപ്പം അത് സ്കീമാറ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് സെർട്ടിറ്റ്യൂഡ് ആണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ എപ്പിസ്റ്റമോളജി ഓഫ് ദ അബ്സല്യൂട്ട് ഹാസ് ടു ബി നോമിലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ലാംഗ്വേജും ആൻഡ് ഇറ്റ് ഹാസ് ടു ബി സ്കീമാറ്റിക്. അപ്പം അവിടെ ഒരു സെർട്ടിറ്റ്യൂഡും വരണം. അങ്ങനെയായിരിക്കണം അതിന്റെ ഇതിലേക്ക് വന്നെത്തേണ്ടത്. ശരി. അപ്പോ എ പ്രയോറിയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ പിന്നെ അല്ലല്ല എ പ്രയോറിയെ ഡിപ്പെൻഡ് ചെയ്യാതെ എന്നല്ല പറയുന്നത്.
അതല്ലേ പറഞ്ഞത്. എ പ്രയോറി ആൻഡ് ഇൻഡക്റ്റീവ് ഓഫ് ഹൈപ്പോത്തറ്റിക്കൽ അപ്രോച്ച് ഹാസ് ടു ബി ദേർ. അതാണ് പറയുന്നത്. neither the inductive or hypothetical approach nor the unmethodic reliance on the a priori where all general ideas can bring a final conviction of the absolute certitude. ഈ സെന്റൻസ് വായിച്ചേ. neither the inductive or hypothetical approach nor the unmethodic reliance on the a priori where all general idea can bring a final conviction. അതാണ് ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. Can bring the final conviction of the absolute certitude. Okay. Absolute science must seek such an absolute certitude. Certitude എന്ന് പറയുന്ന എപ്പിസ്റ്റമോളജിക്കലി നോളജ് ബേസ്ഡില് അദ്ദേഹം പറയുന്ന ആ ഒരു നോർമേറ്റീവ് സയൻസില് അത് ഒരു ന്യൂട്രൽ നോമിനലിസ്റ്റിക് ഇതും അതിന് സ്കീമാറ്റിക് ആയിരിക്കണം, അതിന് സെർട്ടിറ്റ്യൂഡ് ഉണ്ടാവണം, അതിനൊരു ഡ്യുവാലിറ്റി ഉണ്ടാവില്ല, അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. രണ്ടും തമ്മിൽ ഈ പറയുന്ന രണ്ടും ഹാഫ് നോളജ് രണ്ടും ചേർന്ന് അതൊരു ഇൻക്വിസിറ്റീവ് മൈൻഡിന് ഒരു ക്ലിയർ കട്ടായിട്ട് ഈ രണ്ട് ഡൊമൈനും കൊണ്ടുവന്ന് ഒരു നോമിനിസ്റ്റിക് ആൻഡ് സ്കീമാറ്റിക് പിക്ചറിലേക്ക് അത് കൊണ്ടുവരാൻ കഴിയണം. അതാണ് ഇവിടെ ചെയ്യുന്നത്. അതേപോലെ പറയുന്നത്. ഇനി സയൻസിലേക്ക് ഇനി അങ്ങോട്ട് അടുത്ത് വരുന്നേ ഉള്ളൂ. ഇത് തന്നെ അദ്ദേഹം ആ ഒരു ഡയലക്റ്റിക്കൽ പ്രോസസ്സിന്റെ ഒരു മാജിക്കൽ ഫിനോമിനയാണ് ഇപ്പൊ നടക്കുന്നുകൊണ്ട് പോകുന്നത്. അദ്ദേഹത്തിലുള്ള സയന്റിഫിക്കും ഫിലോസഫിക്കലും കാരണം ഈ ഒരു പ്ലെയിനിൽ നിൽക്കുമല്ലേ, അപ്പം അതേ ആ തിങ്കിങ് പ്രോസസ്സ് ഇങ്ങനെ ഒരു വൈബ്രേഷനിൽ ഇങ്ങനെ നിൽക്കുവാണ്. അത് ഒഴുകി ഒഴുകി വരുന്ന ഒരു പോയട്രി ഓഫ് സയൻസ് ആൻഡ് ഫിസിക്സിന്റെ ഒരു പോയട്രിയാണ്. ശരിക്കും ദിസ് ഇസ് എ പോയട്രി ദാറ്റ് വി ആർ റീഡിങ്. അത് അപ്പൊ ഈ ഒരു പോയട്രിയെ ഡെസിഫർ ചെയ്യാനായിട്ട് ഉള്ള സാധാരണ ഇന്ന് കാണുന്ന ഈ ഡയലക്റ്റിക്കൽ പോയറ്റിസ്റ്റ് ഇവർക്കൊന്നും പറ്റില്ല. അപ്പം അത് വരണമെങ്കിൽ ഈ പറയുന്ന രണ്ട് ടെമ്പർമെന്റുമായിട്ടുള്ള ഒരു യുണീക് പേഴ്സണാലിറ്റിക്ക് മാത്രമേ ഇത് ഡെസിഫർ ചെയ്തെടുക്കാൻ പറ്റൂ. കാരണം അദ്ദേഹത്തിന്റെ തലത്തിലേക്ക് എത്തണം. അപ്പം അതാണ്. അപ്പൊ ശരിക്കും ഇത് ഇങ്ങനെയാണ് നമ്മളിപ്പോ പറഞ്ഞാല് എങ്ങനെ പറ്റില്ല, ഒരു ഉപഴ്ത്തി തരാൻ നമ്മൾ രണ്ടുപേരും വന്ന് അവസാനം തന്നെ പറഞ്ഞു പോവാണ്. അതെ, അങ്ങനെ പോയിട്ട് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് പിന്നെ അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചും ഈ സയൻസിനെ കുറിച്ചും ഓരോരോ എന്തൊക്കെയാ ഉപയോഗപ്പെടുന്നതെന്ന് ഡയലക്ട്രിക് മെറ്റീരിയലിസം മറ്റേതൊക്കെ ഓരോന്ന് പറയുന്നുണ്ട്. അത് വരുമ്പോ പ്യുവർ സയൻസ് ആവും. അപ്പൊ അതാണ് ഞാൻ വിചാരിക്കുന്നത് അവിടെ എവിടെ ചെന്ന് നമ്മളെങ്ങനെ എത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ആ സയൻസിന്റെ ചില ടേംസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനകത്ത് ഏത് ആസ്പെക്ട് ആണ് എടുത്ത് അതിലേക്ക് നമുക്ക് ഇനിയിപ്പം പോകുന്ന പോർഷൻ അബ്സല്യൂട്ട് the term absolute widely used by scientists purely ഒരു ടെക്നിക്കൽ കോൺസെപ്റ്റിലേക്ക് പോവാണ്. യൂക്ലിഡ് മോഷൻസും അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിനെ കുറിച്ചും ന്യൂട്ടോണിയൻ ഫിലോസഫിയും അതിന്റെ ഐൻസ്റ്റീനിയൻ റിലേറ്റിവിസവും അങ്ങനെ ഓരോന്ന് പറഞ്ഞു പോവാണ്. പിന്നെ മെട്രിക്സിനെ കുറിച്ചും ഒക്കെ പറയാണ്. അതിനകത്ത് ഇതും പറയുന്നുണ്ട്. സയന്റിസ്റ്റ് ഉപയോഗിക്കുന്ന ആ വാക്ക് ആബ്സല്യൂട്ട് അത് അവരുടെ അളക്കുന്ന ചില പാരാമീറ്റേഴ്സിന്റെ അതിന്റെ ആബ്സല്യൂട്ട്നെസ് പെർഫെക്റ്റ് ആയിട്ടുള്ളതെന്ന് ഉള്ള രീതിയിൽ, അതായത് ഇൻഡിപെൻഡന്റ് അവർക്ക് അളവുകോല് നിൽക്കുമ്പോഴാണ് അവർ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്യുന്നത്. അവരളക്കുന്ന ആ പാരാമീറ്റേഴ്സ് പ്യൂറും അൺചേഞ്ചിങ്ങും കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് അവര് അത് ഉപയോഗിക്കുന്നത്. അപ്പൊ അവരങ്ങനെ പറയുമ്പം ദ നോഷൻ ഓഫ് സ്പേസ് ഇൻ യൂക്ലിഡ് സോ ഇമ്പോർട്ടൻറ്റ് ടു ക്ലാസിക്കൽ മെക്കാനിക്സിൽ പറയുന്നത് അതും ചിലർക്ക് അൺസാറ്റിസ്ഫാക്ടറി ആണ്. അത് ആബ്സല്യൂട്ട് എന്ന് പറയുന്നത്, ആ നോഷൻ ഓഫ് സ്പേസ് ആബ്സല്യൂട്ട് ആണെന്ന് പറയുന്നതും അത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ പിന്നെ താഴോട്ട് പോകുമ്പോൾ ഇതും പറയുന്നുണ്ട്. ഐൻസ്റ്റൈൻ കണ്ടംസ് ദ ന്യൂട്ടോണിയൻ ഐഡിയാസ് ഓഫ് സ്പേസ് ആസ് absolutist. He openly admits on the other hand that his own frame of reference for his special theory of relativity is as absolutist as that of Newton. ന്യൂട്ടന്റെ അല്ലെന്ന് പറയും. അപ്പൊ അദ്ദേഹത്തിന്റെ അത്രയും അല്ലെന്നാ പറയുന്നത്. അപ്പൊ ആ പറഞ്ഞ അദ്ദേഹത്തിന്റെ കോട്ട് ഒന്ന് നോക്കാം. അത് എനിക്ക് വായിച്ചിട്ട് ഒരു പിടിയും കിട്ടിയില്ല.
When the discovery of the relativity of simultaneity, space and time were merged into a single continuum in the same way as the three dimension of space had been before. Physical space was thus increased into four-dimensional space, which also include the dimension of time. The four-dimensional space of the special theory of relativity is just as rigid and absolute as Newtonian space. ന്യൂട്ടോണിയൻ സ്പേസിൽ എന്തൊക്കെ കാണും? നമ്മുടെ പിന്നെ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ടൈം, അതൊക്കെയാണ്. Now, the discovery of the relativity of simultaneity ഒരേ സമയത്ത് നടക്കുന്നത്, space and time were merged. അപ്പം സ്പേസ്, ടൈം, സൈമൾട്ടേനിയറ്റി മൂന്നെണ്ണം ഉണ്ട്. അത് മൂന്നും ഒരു ഒരു റാപ്പ് പോലെ ഒരു മേഖല പോലെ ഉണ്ടാക്കുന്നു. merged in a single continuum in the same way as the three dimensions of space. അതായത് നമ്മൾ പറയുമ്പോൾ എക്സ് വൈ സെഡ്, ഒരു പോയിന്റ് എവിടെങ്കിലും പറയുമ്പം ഇറ്റ് ഇസ് സെഡ് വിത്ത് റെഫറൻസ് ടു ദ ത്രീ കോർഡിനേറ്റ്സ് എക്സ്, വൈ ആൻഡ് സെഡ്. അപ്പൊ ആ സ്ഥാനം പോയിന്റ് ഔട്ട് ചെയ്യുന്ന എക്സ് ആക്സിസിൽ നിന്ന് ഇത്രയും ദൂരം, വൈ ആക്സിസിൽ നിന്ന് ഇത്രയും ദൂരം, സെഡ് ആക്സിസിൽ നിന്ന് ഇത്രയും ദൂരം, അങ്ങനെ അതിന്റെ പൊസിഷൻ, ലൊക്കേഷൻ ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ അത് ന്യൂട്ടോണിയൻ ആ ഇതിലാ വരുന്നത്. ടൈമോട് വന്നാൽ എന്താകും? ഇത് മൂന്നും ടൈമോട് വന്നാൽ പിന്നെ 4 dimensions വരും. സ്പേസിനെ കുറിച്ച് 4 dimension വരും. അത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ വരുന്നതാണ്. ആൻഡ് അത് കുറച്ച് ഇതുപോലെ തന്നെയാണ് ന്യൂട്ടോണിയൻ സ്പേസ് പോലെ തന്നെ അതിന് ഒരു റിജിഡിറ്റി ഉണ്ട്, ഒരു ആബ്സല്യൂട്ട്നെസ് ഉണ്ട് എന്ന് പറയുന്നു. അത് എങ്ങനെയാണെന്ന് നമുക്ക് തന്നെ അത് കുറച്ചുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. 4 dimensional സ്പേസ് ടൈമോട് ഇൻക്ലൂസീവ് ആകുമ്പം അതിനൊരു റിജിഡിറ്റിയോ ഏതാണ്ടോ ഉണ്ട്. അത് മനസ്സിലായി കുറച്ചുകൂടെ എന്തോന്ന് എന്താ ന്യൂട്ടോണിയൻ പിന്നെ ഇതിന്റെ റിലേറ്റിവിസ്റ്റിക് സ്പേസിന് റിജിഡിറ്റി ഇല്ലെന്നാ പറയുന്നത്. ഇവിടെ മുകളിൽ പറയുന്നുണ്ട്, റിലേറ്റിവിസ്റ്റിക് സ്പേസ് is not rigid and admits some qualities such as curvature or elasticity. On the other hand, we find that while Einstein strongly with good common sense has reason to complain that the term absolute is arbitrarily used here, and he can even suspect that he is being let down. അങ്ങനെയുണ്ട്. Theologians do the same with gullible minds in the domain of belief. We do not know, for example, whether we have to consider space as tending to become more absolutist or relativist in character when it is given a Lobachevskian or Riemannian matrix of structure, or even the notion of space-time continuum brought into use after many years. ഇതൊന്നും നമുക്കത് കത്തുന്നില്ല ഇല്ലേ? ഇത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാമോ? അതെ, ഇവിടുന്ന് ഒന്നുള്ളതേ നമുക്ക് ഒന്ന് റിസർച്ച് ചെയ്യാതെ സംസാരിച്ചിട്ട് കാര്യമില്ല, പറ്റത്തില്ല. ഇത് പറ്റില്ല. ഇത് കാരണം ഇത് മൊത്തം ഇനി അങ്ങോട്ടുള്ളത് ഇങ്ങനാണ്. അപ്പൊ അതെന്തോ വേണം എന്നാണ്. ആരാണ് റിലേറ്റിവിസ്റ്റിക് തിയറി ചെയ്തതെന്ന് ഇനി കണ്ടുപിടിക്കാൻ നോക്കട്ടെ. നമുക്ക് നാളെ നോക്കിയിട്ട് നമുക്കിരുന്ന് നോക്കാം. അതെ അതെ. അതിപ്പോ എന്ത് ചെയ്യാനാ? ഞാനപ്പോ ഒരു നാളെ ശരത്ജി എപ്പോഴാ കുറച്ച് ഫ്രീ ആവുന്ന ഡേ ടൈമില് ചോദിക്കാൻ? വേറെ ഒരാളെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കട്ടെ. അവരുടെ കയ്യിൽ നിന്ന് ഇതിനെ കുറിച്ച് വല്ല ഒരു ഐഡിയ കിട്ടുമോ നോക്കാം. ഓഫീസ് ഉച്ചക്ക് ചോറുണ്ണുന്നത് എപ്പോഴാ? വല്ലോ ഐഡിയ? അമ്മ വിളിച്ചാൽ മതി, ഞാൻ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ തിരിച്ചു വിളിച്ചോളാം. ശരി 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 ശരി.